കണക്കിൽ തൃശ്ശൂരിലേക്ക് പോകുമ്പോൾ 33 ഇടങ്ങളിൽ UDF 12 ഇടങ്ങളിൽ LDF NDA 8 ഇടങ്ങളിൽ കോഴിക്കോട് നോക്കിയാൽ LDF മുന്നിൽ 21 ഇടങ്ങളിൽ UDF 16 ഇടങ്ങളിൽ NDA 10 ഇടങ്ങളിൽ മറ്റുള്ളവർ 3 ഇടങ്ങളിൽ കണ്ണൂരിൽ UDF തന്നെ മുന്നിൽ UDFന്റെ കൈകളിൽ നിന്നും അത് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടും എന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. കണ്ണൂരിൽ നിന്നുള്ള കാഴ്ച. കൊല്ലത്ത് 11 ഇടങ്ങളിൽ UDF 5 ഇടങ്ങളിൽ LDF. കൊച്ചിയിൽ 44 ഇടങ്ങളിൽ UDF. ഇത്തവണ കൊച്ചി UDFന് തന്നെ എന്നുള്ള ഉറപ്പിക്കുന്ന ചില കാഴ്ചകൾ, ചില വിവരങ്ങളൊക്കെയാണ് ഈ ഒരു നിമിഷം ലഭിക്കുന്നത്. മാറി മറിഞ്ഞേക്കാം എന്നുകൂടി ഒരു സൂചന അങ്ങോട്ട് നൽകുന്നു. കാരണം എപ്പോൾ വേണമെങ്കിലും ഇതങ്ങ് മാറാം, എങ്ങനെ വേണമെങ്കിലും സാഹചര്യങ്ങൾ. കാറ്റ് എങ്ങോട്ടും വീശാം, ഇടത്തോട്ടും വീശാം, വലത്തോട്ടും വീശാം. ഇപ്പോൾ വലത്തോട്ടാണ് ആ കാറ്റ് വീശുന്നത്. കൊച്ചി കോർപ്പറേഷൻ വലത്തോട്ടാണ് പോകുന്നത്, UDFനാണ് പോകുന്നത്. ഇപ്പോൾ കൊല്ലം കോർപ്പറേഷൻ ആണെങ്കിൽ 11 ഇടങ്ങളിൽ UDF, 5 ഇടങ്ങളിൽ LDF. കൊച്ചി കോർപ്പറേഷനിൽ 44 ഇടങ്ങളിൽ UDF, 23 ഇടങ്ങളിൽ LDF, NDA 6 ഇടങ്ങളിൽ. തൃശ്ശൂർ കോർപ്പറേഷനിൽ 33 ഇടങ്ങളിൽ അവിടെയും UDFന് തന്നെ. LDF 12 ഇടങ്ങളിൽ, NDA 8 ഇടങ്ങളിൽ. കോഴിക്കോട് 16 ഇടങ്ങളിലാണ് UDF. അവിടെ മുന്നിട്ട് നിൽക്കുന്നത് LDF ആണ്. LDF 50 കൊല്ലത്തെ ഭരണം ഇത്തവണയും LDF തന്നെ കോഴിക്കോട് തൂക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതേസമയം കണ്ണൂര് UDFന്റെ കൈകളിൽ നിന്ന് എടുക്കാൻ LDF ഒന്ന് വിയർക്കേണ്ടി വരുമെന്നുള്ള സൂചനകളാണ് ഈ ഒരു നിമിഷം ലഭിക്കുന്നത്. എങ്ങനെ വേണമെങ്കിലും സാഹചര്യം മാറി മറിയാം. പ്രതിപക്ഷ നേതാവിന്റെ വാർഡിൽ BJPക്കാണ് ജയം. ആശാ മുരളി അവിടെ വിജയിച്ച് കയറിയിരിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തെ ഒരു സാഹചര്യമല്ല, ഒന്ന് വിഭിന്നമാണ്. UDFന് മേൽക്കൈ എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ തന്നെയല്ലേ ഉണ്ണി ആന്റണി? ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അതേസമയം പഞ്ചായത്തുകളിൽ, ഗ്രാമപഞ്ചായത്തുകളിൽ UDF ഇപ്പോൾ ഗ്രാമപഞ്ചായത്തുകളിൽ LDFനെ മറികടന്നിരിക്കുന്നു. ഗ്രാമപഞ്ചായത്തുകളിലും UDFന്റെ മുന്നേറ്റം 360 അടുത്ത് UDF ഇപ്പോൾ മുന്നിലെത്തിയിരിക്കുന്നു. ഈ വോട്ടെണ്ണൽ തുടങ്ങിയ ശേഷം ഇതാദ്യമായി ഗ്രാമപഞ്ചായത്തുകളിൽ ഇതാ മറികടന്നിരിക്കുന്നു. 360, 352, 360, 352 എന്ന നിലയിൽ ഗ്രാമപഞ്ചായത്തുകളിലേക്ക് എത്തുമ്പോൾ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ കട്ടയ്ക്ക് പോരാട്ടമാണ്. 69 എന്ന നിലയിൽ LDFും UDFും ബ്ലോക്ക് പഞ്ചായത്തുകളിൽ പോകുമ്പോൾ മുനിസിപ്പാലിറ്റികളിൽ ഞാൻ മലപ്പുറത്തേക്ക് വരുമ്പോൾ മലപ്പുറത്ത് ഗ്രാമപഞ്ചായത്ത് എടുത്തോളൂ, ബ്ലോക്ക് പഞ്ചായത്ത് എടുത്തോളൂ, ജില്ലാ പഞ്ചായത്ത് എടുത്തോളൂ, മുനിസിപ്പാലിറ്റി എടുത്തോളൂ, അവിടെ എല്ലാം UDF ആണെന്ന്. അവിടെ UDF 566 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലെ 130 ഡിവിഷനുകളിൽ, ജില്ലാ പഞ്ചായത്തിലെ 29 ഇടത്ത്, മുനിസിപ്പാലിറ്റികളിൽ 249 ഇടത്ത് മലപ്പുറത്ത് UDF ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. ആരോ പറഞ്ഞതുപോലെ ആ UDFന്റെ ഇപ്പോൾ പറയുന്ന ഒരു ട്രെൻഡ് ഉള്ളതുപോലെ, ഞെട്ടിക്കൽ ബിരിയാണി എന്നതുപോലെ UDFന്റെ ഞെട്ടിക്കലാണ് ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നടക്കുന്നത്. അതേസമയം കൊച്ചി കോർപ്പറേഷനിലെ LDFന്റെ മേയർ സ്ഥാനാർത്ഥികൾ തോറ്റു എന്നുള്ള വാർത്ത കൂടി പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് നവ്യ ഹരിദാസ് കോഴിക്കോട് കോർപ്പറേഷനിൽ ജയിച്ചിട്ടുണ്ട്. കൊട്ടാരക്കര നഗരസഭയിൽ LDF ഭരണം നിലനിർത്തി. കൊട്ടാരക്കര നഗരസഭയിൽ LDF ഭരണം നിലനിർത്തി എന്നുള്ള വാർത്ത കൂടി വരികയും ചെയ്യുന്നുണ്ട്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ ഇതാ LDF UDFനെ മറികടന്നിരിക്കുന്നു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ LDF UDFനെ മറികടന്നിരിക്കുന്നു. അതേസമയം തെക്കൻ കേരളത്തിൽ UDFന്റെ കാറ്റ് ആഞ്ഞു വീശുന്നു. കേരളത്തിൽ എല്ലായിടത്തും UDFന്റെ കാറ്റ് ആഞ്ഞു വീശുന്ന കാഴ്ചയാണ് കണ്ടത്. ശബരിമല സ്വർണ്ണ കവർച്ച അടക്കം ഏറ്റിട്ടുണ്ടോ എന്നുള്ളത് അത് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം അത് എത്രത്തോളം വോട്ടർമാരിൽ പ്രതിഫലിച്ചു എന്നുള്ളത് കാണേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇതാ 361 ഗ്രാമപഞ്ചായത്തുകളിൽ LDF ലീഡ് ചെയ്യുന്നു. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഇതാ LDFന്റെ മുന്നേറ്റം. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഇതാ LDFന്റെ മുന്നേറ്റം. 72 LDF ലീഡ് ചെയ്യുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ഇങ്ങ് എടുക്കുവാണോ എന്ന് ചോദിക്കേണ്ടി വരും. 28 ഇടത്താണ് അവിടെ BJP ലീഡ് ചെയ്യുന്നത്. 28
8 BJP ലീഡ് ചെയ്യുമ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ ഇത്തവണ LDF ഭരണം നിലനിർത്തുമോ എന്നുള്ളതാണ് അറിയേണ്ടത്.